ഒക്ടോബർ 2-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയുള്ള മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരളം മിഷൻ ഹരിത പദവി നൽകിയ 469 വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും പീച്ചി ഡാം, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് എന്നീ 2 ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചുകൊണ്ട് 54 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ജലഗുണനിലവാര പരിശോധനാ ലാബുകളിലേക്കുള്ള 2ാം ഘട്ട കിറ്റുകളുടെ വിതരണോദ്ഘാടനം വിദ്യാകിരണം കോർഡിനേറ്റർമാർക്ക് കൈമാറിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന തൃശൂർ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PA ഷഫീഖ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി, നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ്, വകുപ്പ് തല ഉദ്യോഗസ്ഥർ അടക്കം 600-ൽ പരം ആളുകൾ പങ്കെടുത്തു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിവിധങ്ങളായ മാതൃകാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 110ഓളം മാതൃകാ പദ്ധതികളാണ് നടത്തപ്പെടുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ ഇൻസിനറേറ്റർ ഉദ്ഘാടനം, പാണഞ്ചേരിയിൽ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തനോദ്ഘാടനം, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളുടെ ഹരിത സ്ഥാപന പ്രഖ്യാപനം, പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ദേശീയപാത പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ജൈവവേലി സ്ഥാപിക്കൽ, ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ റിസോഴ്സ് റിക്കവറി സെൻ്ററിൻ്റെ പ്രവർത്തനോദ്ഘാടനം, മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ 5 ഏക്കർ തരിശുഭൂമി നെൽകൃഷി ആരംഭിക്കുന്നതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനം എന്നിവ സംഘടിപ്പിച്ചു. ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിലും കവലകളിലും തോടുകളിലും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതുകൂടാതെ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ശുചീകരണ റാലികൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ 95% വാർഡ് തല നിർവഹണ സമിതി രൂപീകരിച്ചുകൊണ്ട് പൊതു ഇടങ്ങളും ജലാശയങ്ങളും ശുചീകരിച്ചുകൊണ്ടുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടുകൂടിയാണ് ജില്ലയിലെ വാർഡ് തലം വരെയുള്ള ഉദ്ഘാടന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണായും ജില്ലാ കളക്ടർ കൺവീനറുമായിട്ടുള്ള ജില്ലാ നിർവഹണ സമിതിയുടെ നേതൃത്വത്തിൽ വരുന്ന 6 മാസ കാലയളവിനുള്ളിൽ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ, ശുചിത്വ മിഷൻ, വിവിധ വകുപ്പുകളെയും മറ്റ് ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചിട്ടയായ കർമ്മ പരിപാടി തയ്യാറാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ 2025 മാർച്ച് 30 ആകുമ്പോഴേക്കും സമ്പൂർണ്ണ ശുചിത്വ പദവി കൈവരിക്കുന്ന സംസ്ഥാനമാക്കുക എന്നതാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ പൊതുവായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനായി ബഹുജന പങ്കാളിത്തത്തോടുകൂടി നിരവധി കർമ്മ പരിപാടികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നല്ല ഹരിത വിദ്യാലയമായി 1ാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 469 വിദ്യാലയങ്ങളുടെ A+ ഗ്രേഡ് നൽകുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പീച്ചി ഡാമും അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചും ഹരിത ടൂറിസമാക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനം, ജനഗുണത ലാബുകൾക്ക് അതിൻ്റെ കിറ്റുകളുടെ 2ാം ഘട്ടത്തിൻ്റെ വിതരണം, ഇങ്ങനെ തുടങ്ങി വളരെ ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയും ചെയ്യുകയാണ്.